കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഉടൻ. എംപിമാർക്ക് സീറ്റില്ല. കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെ സുധാകരൻ. സീറ്റ് അനുവദിച്ചില്ലെങ്കിൽ പ്രചാരണത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതുൾപ്പെടെ കടുത്ത നടപടിയേക്ക് പോകാനാണ് സാധ്യത. അതേസമയം സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഡൽഹിയിൽ പറഞ്ഞു. സുധാകരനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിലെന്താണ് ശ്രമങ്ങൾ തുടരുകയാണ്. ഇതുവരെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശ്രമങ്ങൾ തുടരുകയാണ്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും രഞ്ജിത്ത് അമ്പാടി ചേർന്നു. രഞ്ജിത്ത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 2ാം ദിനവും കോൺഗ്രസിന്റെ പട്ടിക എങ്ങനെ എന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ ഉടൻ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും സുധാകരൻ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. നിലവിൽ എപ്പോഴത്തേക്കും ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രതീക്ഷിക്കാം? അല്പസമയത്തിനകം തന്നെ കോൺഗ്രസിന്റെ ആദ്യ ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. 56 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയായിരിക്കും കോൺഗ്രസ് ഇപ്പോൾ പ്രഖ്യാപിക്കുക. അതിൽ കൂടുതലും സിറ്റിംഗ് MLA-മാരാണ്. അതുപോലെ തന്നെ തർക്കങ്ങൾ പരിഹരിച്ച 56 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളായിരിക്കും പ്രഖ്യാപിക്കുക. ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. പല മണ്ഡലങ്ങളിലും 1, 2 അതിലധികമോ ആളുകളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. ആ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് മാരത്തോൺ ചർച്ച തന്നെ ഡൽഹിയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ കോൺഗ്രസ് നേതാക്കന്മാർ ഹൈക്കമാൻഡ് നേതൃത്വവുമായി നടത്തിയത്. അതിൽ ഏറ്റവും കീറാമുട്ടിയായി നിന്നതും ഇപ്പോൾ നിൽക്കുന്നതും കെ സുധാകരൻ്റെ നിലപാടാണ്. കണ്ണൂരിലെ നിയമസഭാ മണ്ഡലത്തിൽ തനിക്ക് സീറ്റ് വേണമെന്നും താൻ മത്സരിക്കുമെന്നും കെ സുധാകരൻ നേതൃത്വത്തെ അറിയിച്ചു. സംസ്ഥാന നേതൃത്വത്തെയും ഹൈക്കമാൻഡിനെയും അറിയിച്ചു. എന്നാൽ MPമാർക്ക് ഇത്തവണ മത്സരിക്കാൻ അനുവാദമില്ല എന്ന നിലപാട് ഹൈക്കമാൻഡ് സുധാകരനെയും അറിയിച്ചു. അതിനുശേഷവും സുധാകരൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നതോടെ അനുരഞ്ജന ശ്രമത്തിനായി രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. രമേശ് ചെന്നിത്തല ഡൽഹിയിലെ സുധാകരൻ്റെ ഫ്ളാറ്റിലെത്തി സുധാകരനെ കണ്ടു. എന്നാൽ ചെന്നിത്തലയുടെ വാക്കുകൾക്ക് മുന്നിലും വഴങ്ങാതെ നിൽക്കുന്നു കെ സുധാകരൻ എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഒരു MPക്കും മത്സരിക്കാൻ ഹൈക്കമാൻഡ് അനുവാദം നൽകിയിട്ടില്ല. MPമാരോട് മത്സരിക്കേണ്ടതില്ല എന്ന് ഹൈക്കമാൻഡ് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് കെ സുധാകരന് വേണ്ടി മാത്രമായി ഒരു ഇളവില്ല. ഇനി കെ സുധാകരൻ്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവ് തന്നെയാണ് കെ സുധാകരൻ ഏറ്റവും കൂടുതൽ ക്രൗഡ് പുള്ളിംഗ് ഉള്ള ഒരു നേതാവാണ്. അണികളെ ആവേശം കൊള്ളിക്കുന്ന ഒരു നേതാവാണ്. കണ്ണൂരിൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ജീവാത്മാവാണ് കെ സുധാകരൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരന് മത്സരിക്കണമെന്ന് ഒരാഗ്രഹം തോന്നിയ ഘട്ടത്തിൽ, അത്തരമൊരു ആശയം പങ്കുവച്ച ഘട്ടത്തിൽ തന്നെ കണ്ണൂർ DCC ഓഫീസിന് മുന്നിൽ കെ സുധാകരന് സ്വീകരണം പറഞ്ഞുകൊണ്ടുള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതായത് കണ്ണൂരിലെ കോൺഗ്രസ്സുകാരുടെ ഒരു ആത്മാവ് തന്നെയാണ് കെ സുധാകരൻ. ആ കെ സുധാകരൻ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും? കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞ് കെ സുധാകരൻ നിലപാടുകൾ കടുപ്പിക്കുമോ? അതോ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കെ സുധാകരൻ ഇറങ്ങാതെ വിട്ടുനിൽക്കുമോ? അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിന്ന് കെ സുധാകരൻ വിട്ടുനിൽക്കുകയാണെങ്കിൽ കണ്ണൂരിലെ മുഴുവൻ മണ്ഡലങ്ങളിലും അത് കോൺഗ്രസിന് തിരിച്ചടിയാകും. പേരാവൂർ, കണ്ണൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ തിരിച്ചടി കോൺഗ്രസിനുണ്ടാകും. കാരണം കെ സുധാകരൻ അത്രത്തോളം ജനകീയനാണ്, ജനകീയ പിന്തുണയുള്ള നേതാവാണ്. കോൺഗ്രസിനെ കണ്ണൂരിൽ ഒറ്റയ്ക്ക് നയിച്ച ഒരു ഒറ്റയാനാണ് കെ സുധാകരൻ്റെ പിന്നിൽ മാത്രമാണ് മറ്റ് നേതാക്കന്മാർ കണ്ണൂരിൽ കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ കെ സുധാകരൻ്റെ നിലപാട് ഏറ്റവും പ്രസക്തമാണ്. സുധാകരൻ കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിന്ന് മാറി നിന്നാൽ അത് ഈ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. അതേസമയം സുധാകരനെ എങ്ങനെയും അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളിലാണ് ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വവും ഹൈക്കമാൻഡിലെ നേതൃത്വവും. അതേസമയം തന്നെ അല്പസമയത്തിനകം 56 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും. ചില സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സനൽ മത്സരിക്കും. അതുപോലെ ചെങ്ങന്നൂരിൽ ബിനു ചുള്ളിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ ബിനു ചുള്ളിയിൽ മത്സരിക്കാനാണ് സാധ്യത. കുണ്ടറയിൽ PC വിഷ്ണുനാഥ് തന്നെ മത്സരിക്കും. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അങ്ങനെ പല മണ്ഡലങ്ങളിലും സിറ്റിംഗ് MLA-മാരും എന്നാൽ ചില മണ്ഡലങ്ങളിൽ പുതുമുഖങ്ങളും അടങ്ങിയ ഒരു ആദ്യഘട്ട പട്ടികയായിരിക്കും അല്പസമയത്തിനകം തന്നെ കോൺഗ്രസ് പുറത്തുവിടുക. വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 2ാം ദിനം ഇപ്പോൾ കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ കെ സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇടഞ്ഞു നിൽക്കുന്നത് കോൺഗ്രസിന് തലവേദനയായി മാറുകയാണ്.
അല്പസമയത്തിനകം തന്നെ ആദ്യ പട്ടിക പുറത്തുവരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വിവരം നൽകുകയായിരുന്നു രഞ്ജിത്ത് അമ്പാടി.